السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله العلي العظيم. വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദന്മാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കേട്ടുകൊണ്ടിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടുകാർ, ലോകമൊട്ടാകെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രൗഢമായ ഈ വേദി തിരുമദഹിനാൽ അലങ്കാരം കൊള്ളുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് പാട്ടുപാടി പ്രസംഗിച്ച് പ്രകീർത്തനങ്ങൾ ചൊല്ലിയ അത് നാഥൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും അത് ഇതിഹാസമാണ്. അവിടുത്തെ സ്വഹാബത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ രീതിയിൽ സ്നേഹിച്ചു. ശത്രുക്കൾ വരെ അമ്പരന്നു പോയി. എന്തിനേറെ പറയണം, അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിച്ചു. പോയി അവിടുത്തെ ശത്രുപക്ഷത്തോട്, അവിടുത്തെ സംഘത്തോട് പോയി പറഞ്ഞു, മുഹമ്മദിനെ ജനങ്ങൾ അംഗീകരിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ മറ്റൊരു രാജാവിനെയും സ്നേഹിക്കുന്നില്ല. ആ രീതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ ഒന്ന് വുളു എടുക്കാൻ വേണ്ടി നിന്നാൽ സഹാബത്ത് അവിടെ തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ വെള്ളം കിട്ടാൻ വേണ്ടി അത് എല്ലാ ഘട്ടങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ പോലെ സഹാബത്ത് ഉണ്ടായിരുന്നു. ആ സഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, വല്ലാതെ ഇഷ്ടം വെച്ചിരുന്നു. ആ രൂപത്തിലൊന്നും നമ്മെ കൊണ്ട് സ്നേഹിക്കാൻ പറ്റില്ല, ഇഷ്ടം വെക്കാൻ പറ്റില്ല എന്ന് അത്രയൊന്നും ഇഷ്ടം വെക്കാൻ കഴിയില്ല എങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വല്ലാതെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്റെ മുഅ്മിനീങ്ങളെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാകൂല. എല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാകൂല. അത് നിന്റെ ഉമ്മയേക്കാൾ, നിന്റെ വാപ്പയേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ എല്ലാ ഇഷ്ടജനങ്ങളെക്കാളും എല്ലാം എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനാകൂല. ലാ ഈമാന ലിമൻ ലാ മുഹബ്ബത ലഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ ഈമാൻ എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ ഈമാൻ പൂർത്തിയാകൂല. ഹൃദയം കൊണ്ടൊന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ രീതിയിൽ സ്നേഹിക്കണം. അതല്ലേ നമുക്ക് സഹാബത്ത് കാണിച്ചു തന്നത്. എത്രയാ സഹാബത്തിന്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹാബത്തിന്റെ ചരിത്രം പറയാനുണ്ട്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ കേൾക്കുന്നതല്ലേ. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റാൻ കാരണം
അവിടുന്ന് വല്ലാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചു, സ്നേഹിച്ചു എന്ന ഒറ്റൊരു കാരണം കൊണ്ടാണ് തൂക്കുമരത്തിൽ കയറ്റാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് ശത്രുക്കൾ ചോദിക്കുന്നു, ഖുബൈബേ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, നീ നിന്റെ മതം മാറേണ്ടതില്ല, നീ നിന്റെ ദീനിൽ നിന്ന് മാറേണ്ടതില്ല, നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, നിന്നെ ഞങ്ങൾ ഇപ്പോൾ വെറുതെ വിടാം. എന്താണ് പറയേണ്ടത്? ഈ സ്ഥലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഖുബൈബേ. അവിടുന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ സ്ഥലത്ത് നിർത്തുന്നത് പോകട്ടെ, അവിടുത്തെ കാലിലേക്ക് മുള്ള തുറക്കുന്നതല്ല, ആ മുള്ള തുറക്കുന്നത് ചിന്തിക്കാൻ, അതൊന്ന് ഊഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതെനിക്ക് സഹിക്കൂല, അത് എന്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമല്ല എന്ന് ജീവൻ തന്നെ പണയം വെച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയല്ലേ. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ പണയം വെച്ച, ജീവൻ ത്യജിച്ച എത്രയോ സ്വഹാബത്തുണ്ട്. ആ സ്വഹാബത്ത് മുഴുവനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, അവിടത്തേക്ക് വേണ്ടി മരിച്ചു. ആ രീതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം, അവിടത്തെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലി, അവിടത്തെ മൗലിദ് ചൊല്ലി. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഓ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിക്കണം, ആ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലണം, ആ റസൂലുള്ളാഹിക്ക് വേണ്ടി മദ്ഹുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ രീതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിക്കാൻ വേണ്ടി അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ അവന്റെ ഈമാൻ ഒരിക്കലും പൂർണ്ണമാകൂല. ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്യം ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.